എല്ലാവർക്കും സുഖമല്ലേ? എപ്പോഴും നമ്മൾ ദോശയ്ക്ക് മാവ് അരയ്ക്കുമ്പോൾ ഒരേപോലെ അരയ്ക്കുക. ഉഴുന്ന്, അവില്, ചോറ് ഇങ്ങനെ മാറി മാറി ചേർത്തിട്ടാണ് അരയ്ക്കുക. എങ്ങനെ നമ്മൾ അരച്ചാലും ആദ്യത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കുന്ന ദോശ പോലെ വരില്ല ഫ്രിഡ്ജിൽ നിന്ന് മാവ് എടുത്ത് രണ്ടാമത്തെ ദിവസം ഉണ്ടാക്കുമ്പോൾ. പക്ഷെ ഇന്ന് നമ്മൾ അരയ്ക്കുന്ന ബാറ്ററിൽ ഉഴുന്നൊന്നും ചേർക്കാണ്ട് തന്നെ എപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടൂട്ടാ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ബാറ്റർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. റേഷൻ പച്ചരിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. 1 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 2-3 പ്രാവശ്യം നല്ലോണം കഴുകി എടുത്തിട്ട് വരാം. 2-3 പ്രാവശ്യം അരി ഉലുവയും നല്ലോണം കഴുകി എടുത്തു. 1/2 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഏത് അവിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതൊന്ന് നമുക്ക് കഴുകി എടുക്കാം. വെള്ളത്തിൽ ഇട്ട വഴിക്ക് തന്നെ പിഴിഞ്ഞെടുത്തോളൂ കേട്ടോ. കുതിർത്തിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിഴിഞ്ഞെടുത്ത അവില് നമ്മൾ അരിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. ഒട്ടും പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർക്കണേ. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. അവില് നമ്മൾ പിഴിഞ്ഞെടുത്ത തന്നെ കട്ടയായിരിക്കും. അതൊക്കെ നല്ലോണം ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കണേ. ബാക്കിയുള്ള തൈരും ചേർക്കാം. തൈരിൻ്റെ പാത്രം കഴുകി ആ വെള്ളം ചേർക്കുന്നുണ്ട്. ഈ വെള്ളത്തിലാണ് നമ്മൾ അരി കുതിർത്തി വയ്ക്കാൻ പോണേ. അതേപോലെ ഈ വെള്ളത്തിലാണ് നമ്മൾ അരി അരച്ചെടുക്കാനും പോണത് കേട്ടോ. വേറെ വെള്ളം നമ്മൾ ആഡ് ചെയ്യില്ല. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 4 മണിക്കൂർ ഈ അരി ഒന്ന് കുതിർത്തി എടുക്കാം. അരി കുതിർത്തി വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു കിട്ടാം. നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊന്നും വേണ്ടി വരില്ല. തൈരിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കാൻ പോണേ. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ച മാവ് പാത്രത്തിലേക്ക് മാറ്റാം. മാവ് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മാവിൻ്റെ കട്ടി. ദോശമാവിൻ്റെ അത്ര ലൂസായിട്ട് അരക്കരുത് കേട്ടോ. ഇത് ദോശയ്ക്കാണ്. ദോശമാവ് ഞാൻ പറഞ്ഞത് ഉഴുന്ന് ചേർത്ത് നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് അരയ്ക്കുമല്ലോ, ആ പാകത്തിന് അരക്കരുത് എന്നാ. ഒന്നും കൂടി ഞാൻ മാവിൻ്റെ പാകം കാണിക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ച് 3-4 മണിക്കൂർ ഫെർമെന്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. മാവ് അരച്ച് വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു കേട്ടാ. നല്ലോണം മാവ് പുളിച്ചുണ്ട്. ഈ മാവ് ഓവർനൈറ്റ് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ഇതുണ്ടല്ലേ നല്ല പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. കറക്റ്റ് പാകമാണ് നമുക്ക് മാവ്. ഇതിൽ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ദോശയ്ക്കുള്ള ചട്നി റെഡിയാക്കിയിട്ട് ദോശ ഉണ്ടാക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഉഴുന്നൊക്കെ നല്ലോണം ഒന്ന് റോസ്റ്റ് ആവട്ടെ. ഉഴുന്നും കടലപ്പരിപ്പും നല്ലോണം റോസ്റ്റ് ആവുമ്പോൾ 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 ചുവന്ന മുളക്, ഇതിലേക്ക് കുറച്ച് വേപ്പില, ചെറിയ കഷ്ണം പുളി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2 തക്കാളി ചേർക്കുന്നുണ്ട്. ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെച്ച് തക്കാളി നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ഒന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് വാടണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. മല്ലിയില നല്ലോണം വാടി കിട്ടി. ഈ മിക്സ് തണുത്തതിൻ്റെ ശേഷം വെള്ളം ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അരച്ച ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ജാറ് കഴുകി ആ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ചട്നിക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ചട്നി നമുക്ക് വറുത്തിടാം. കടുകും മുളകും കറിവേപ്പിലയാണ് കേട്ടോ വറുത്തിട്ടേക്കണേ. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശ റെഡിയാക്കാം. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഈ ദോശ നമുക്ക് ഉണ്ടാക്കുമ്പോൾ മറിച്ചിടേണ്ട ഒന്നും ആവശ്യമില്ല. അതുപോലെ ഒരു തുള്ളി എണ്ണ ഇല്ലാണ്ട് നമുക്ക് ഈ ദോശ റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. ബബിൾസൊക്കെ വന്നതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു ദോശ റെഡി ആയിട്ടാ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ. ഉഴുന്ന് ചേർക്കാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല ബബിൾസൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് തണുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ ബാക്ക് ഭാഗം ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഒരു തുള്ളി എണ്ണ ഇല്ലാണ്ട് നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റും. ദോശയെല്ലാം റെഡി ആയിട്ടാ. ഇനി ദോശയ്ക്ക് മാവ് അരയ്ക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും മാവ് അരച്ച് നോക്കണേ. ഇതിൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതുണ്ടല്ലേ ഇങ്ങനെയാണ് കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.